ഒന്നല്ല രണ്ട് വിഷയങ്ങളിലെ SIT അന്വേഷണത്തിൻ്റെ ഞെട്ടലിലും ആശങ്കയിലുമാണ് സംസ്ഥാനത്തെ CPM. ഒന്ന്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തനം, ഗൺമാന്മാർ SIT അന്വേഷണം. മറുവശത്ത് സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം. രക്ഷാപ്രവർത്തനത്തിൽ SIT അന്വേഷണം തലസ്ഥാനത്തേക്ക്. നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ച AD തോമസ് MLAയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അംഗരക്ഷകരായ 5 അംഗ സംഘം മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം തലസ്ഥാനത്തേക്ക്. AD തോമസിൻ്റെ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ലാത്തി കണ്ടെത്തുന്നതിനും കേസ് അട്ടിമറിക്കാൻ ADGP ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ശ്രമവും അന്വേഷിക്കാനാണ് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അംഗരക്ഷകർ യാതൊരു പ്രകോപനവുമില്ലാതെ ഇരുവരെയും തല്ലിച്ചതച്ചതിൻ്റെ പിന്നിൽ ആരുടെയോ നിർദ്ദേശം ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നു. ഇതറിയാൻ കോൾ വിശദാംശങ്ങൾ ശേഖരിക്കും. ലാത്തികൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ADGP MR അജിത് കുമാർ അന്വേഷണ സംഘത്തെ വിളിച്ചു വരുത്തി ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ സഹായത്തോടെ അന്ന് കേസ് ഡയറി തിരുത്തിയതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ADGP ഓഫീസിലെ CCTV ദൃശ്യങ്ങളും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെ മൊഴികളും ശേഖരിക്കാൻ ശ്രമം തുടങ്ങി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും നടപടികൾക്കും ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമാണിത്. കേസ് അന്വേഷണ സംഘത്തലവൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയ AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട് കമ്മീഷണറായി നിയമിച്ചതോടെ അദ്ദേഹം ക്രൈംബ്രാഞ്ച് SPയുടെ ചുമതല വിടുമെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തലവനായി തുടരുമെന്നാണ് വിവരം. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലിനെയാണ് ആലപ്പുഴയിൽ പകരം നിയമിച്ചത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഗൺമാന്മാരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ അനുവദിച്ച 1 മാസത്തെ സമയപരിധി 18-ന് അവസാനിക്കും. ഫോറൻസിക് ഫലങ്ങൾ ഉൾപ്പെടെ ചില തെളിവുകൾ കൂടി ലഭ്യമാക്കേണ്ടതിനാൽ അന്തിമ റിപ്പോർട്ട് സർക്കാർ സമയം നീട്ടി നൽകിയേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശ്രീകോവിൽ പ്രഭാമണ്ഡലം ഇളക്കി പരിശോധന. SIT സംഘം സന്നിധാനത്ത്. സ്വർണ്ണക്കൊള്ള കേസിൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളിയും അതിനു മുകളിലുള്ള പ്രഭാമണ്ഡലവും ഇളക്കി പരിശോധിച്ചു. ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിക്ക് മുകളിലുള്ള ലക്ഷ്മി രൂപം കൊളുത്തിയ സ്വർണം പതിപ്പിച്ച ആർച്ച് രൂപത്തിലുള്ള മംഗല്യ പലകയാണ് പ്രഭാമണ്ഡലം. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ഇവ ഇളക്കിയെടുത്തത്. ആദ്യമായാണ് പ്രഭാമണ്ഡലം ഇളക്കി പരിശോധിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും ഭംഗിക്കും വേണ്ടിയാണ് ഇത് വെക്കുന്നത്. തടിയിലും ലോഹത്തിലും നിർമ്മിക്കാറുണ്ട്. ശബരിമലയിൽ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞാണ് പ്രഭാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളി നേരത്തെ പരിശോധിച്ചിരുന്നെങ്കിലും വീണ്ടും ഇളക്കി തൂക്കമടക്കം നോക്കുകയായിരുന്നു. ശ്രീകോവിൽ വാതിലിൻ്റെ വടക്ക് ഭാഗത്തെ കട്ടിളപ്പാളിയാണ് പരിശോധനയ്ക്കായി ഇളക്കിയെടുത്തത്. സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിന് സമീപത്തെ മുറിയിലെത്തിച്ച് ഇവയുടെ തൂക്കവും മാറ്റും SIT പരിശോധിച്ചു. മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നതോടെയാണ് ഇവയുടെ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്തെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ 12 പ്രതികളാണുള്ളത്. കുറ്റപത്രം നൽകാൻ വൈകിയതിനാൽ എല്ലാവരും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. കേസിലെ 2ാം പ്രതി മുരാരി ബാബു കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. സന്നിധാനത്തെ മറ്റ് സ്വർണ്ണ ഭാഗങ്ങളുടെ പരിശോധന നേരത്തെ പൂർത്തിയായിരുന്നു. പ്രഭാമണ്ഡലം ഇളക്കി പരിശോധിക്കാൻ മുൻപ് ശ്രമിച്ചിരുന്നെങ്കിലും തിരികെ ഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം അന്ന് ഒഴിവാക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ മുതൽ പലതവണയായി SIT സന്നിധാനത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നിവിടങ്ങളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം SIT തയ്യാറാക്കുന്നത്.